ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കുറച്ചാളുകളാണ് കാണാൻ സംസാരിക്കാൻ ഞങ്ങളിങ്ങനെ ചുമ്മാ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറെ ചാരിറ്റിനെ പറ്റിയുള്ള സ്നേഹത്തിനെ കുറിച്ചൊക്കെ കേട്ടു കണ്ടു. എന്താണ് അത്? അതിനെ പറ്റി കൂടുതൽ അറിഞ്ഞുകൊള്ളാം. സ്നേഹവീടിനെ പറ്റി പറയുമ്പോ സാജി ഇന്ത്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ സ്നേഹവീട് സ്ഥാപിച്ചത്. പക്ഷെ അതിലെന്ന് പറയുമ്പോൾ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ഒരുപോലെ രീതിയിൽ എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്ന ഒരു വീട്, സ്നേഹഭവനം എന്നാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളായ ഒന്ന് ദാരിദ്ര്യം, മറ്റൊന്ന് സ്നേഹശൂന്യത. ഈ രണ്ടിനും പരിഹാരം എന്ന നിലയിൽ ആ ഒരു ആശയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സ്നേഹവീട് മുന്നോട്ട് പോകുന്നത്. എനിക്കിതിനെ കുറിച്ച് പറഞ്ഞു തന്നത് അബുദാബിയിലുള്ള എന്റെ ഒരു സുഹൃത്ത് റഫീഖ് വഴിയാണ്. പക്ഷെ സ്നേഹവീടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് എന്റെ ഭാര്യ പിന്നെ ഞങ്ങളത് കുറെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ റിലീഫായിട്ടുണ്ട് ഇതിനകത്ത് വന്നതിന് ശേഷം. പണ്ടൊക്കെ ഞങ്ങള് ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കുറെ കേട്ടിരുന്നു. പക്ഷെ ഞങ്ങള് സ്വന്തമായിട്ട് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഇതിനകത്ത് 100 റവേഴ്സ് ഉണ്ട്. അവരോടൊപ്പം ചേർന്ന് സാധിക്കാന്റെ നേതൃത്വത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോഴ് നമുക്കുണ്ടാകുന്ന ആ മനസ്സിലുണ്ടാകുന്ന ആ ഒരു തൃപ്തി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കുറെ ഞങ്ങളിവിടെ വന്നിട്ട് 1 മാസം ആയിട്ടേ ഉള്ളൂ ഈ സ്നേഹത്തിലേക്ക് വന്നിട്ട്. പക്ഷെ ഇത് തുടങ്ങിയത് 11 നവംബർ മാസമാണ് സ്റ്റാർട്ട് ആയതെങ്കിൽ കുറെ ആ ഒരു ഇതിനെക്കാട്ടിലും കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇത് നടത്തിയിട്ടുണ്ട്. ഇതില് ആദ്യമായിട്ട് കുറെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്തത് സാദിഖയുടെ നേതൃത്വത്തിലാണ്. പിന്നെ ഈ 100 ഫ്ലവേഴ്സിനെ സംഘടിപ്പിച്ച് ഇതിനെ നേതൃത്വമാക്കി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഒരു വലിയ ഒരു ഇതായിട്ട് ലോകമെമ്പാടും ഇതിന്റെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഇതില് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സാദിഖയുമായിട്ട് ബന്ധപ്പെട്ടാൽ സാദിഖ വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും അദ്ദേഹം തരുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ